രാധേ. രാധയല്ല. ഭക്ത ഭക്ത. ഗുരുവായൂരപ്പന്റെ തിരുവമൃതത്തിന് ഉരുളി നിറച്ചും പാൽച്ചോ. അർത്ഥമറിഞ്ഞ് തന്നെ പാടി. നമ്മുടെ കരയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയെ ആദ്യമായിട്ടാണ് കാണുന്നത്. സങ്കടം പോലെ മുഖം പിടിച്ചത് എങ്ങനെയാ? അന്ന വന്നതാണല്ലേ? അല്ലാതെ പിന്നെ ചുമ്മിരുന്ന മതിയോ? മോളുടെ ഈ ഹസ്കി വോയിസ് ആണ് മോളുടെ ഒരു സുഖം. അതായത് ഒരു ഫെദർ ടച്ച് എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് പാടി. എന്തായാലും ഈ ഒരു അറ്റംപ്റ്റ് വളരെ വളരെ അധികം അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. ആ ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ മാറി. അതിന് പ്രത്യേകം ഞാൻ ദീപുവിനെ അഭിനന്ദിക്കുന്നു. ഇപ്പൊ തീർത്ഥ എന്ന് പറയുന്നത് നമ്മളുടെ ലിസ്റ്റില് മിനിമം ഗ്യാരണ്ടി സിംഗേഴ്സിൽ ഒരാളാണ്. ചേട്ടാ, എന്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു മണിച്ചേട്ടന്റെ മുമ്പിൽ എങ്ങനെ ഇരുന്ന് പാടണമെന്ന്. ആ പാട്ടിന്റെ വികാരവും അതിന്റെ എക്സ്പ്രഷനും നന്നായിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സും കണ്ണും നിറഞ്ഞു. പാട്ടിന്റെ ഒപ്പം മോൻ അഭിനയിക്കാനും വളരെ നന്നാന്ന് തെളിയിച്ചു. എൻ്റെ കണ്ണും നനഞ്ഞുപോയി അറിയാതെ. ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് കരയാതെയൊക്കെ. കുട്ടിക്കുറുമ്പുകളുടെ പാട്ടിന്റെ പൂരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് 90+ മൈ ട്യൂഷൻ ആപ്പ് ലവേഴ്സ് ടോപ്പ് സിംഗർ വെൽനസ് പാർട്ണർ നോട്ടറി MGF Co-powered by Dazzler 8 range of cosmetics GRB Nair Sopic Pangaja Kasturi Anti-Acid Liquid Heal My G Asian Paints Ultima Protect വെൽനസ് പാർട്ണർ HHM Pure 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലുള്ള 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. പാട്ടുകൂട്ടിലെ വിസ്മയനാഥ നിറവുകൾക്ക് അനുഗ്രഹ ആശംസകളുമായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, മുകേഷ് അങ്കിൾ. പൊന്നോമന കുരുന്നുകളുടെ രാഗവസന്തത്തിലെ കുഞ്ഞുതുമ്പി, പാലക്കാടിന്റെ അഭിമാനം, നമ്മുടെ സ്വന്തം തീർത്ഥക്കുട്ടി. വെൽക്കം തീർത്ഥ ഓൺ സ്റ്റേജ്. പാട്ടിന്റെ പാലക്കാടൻ മധുരവുമായി ടോപ്പ് സിംഗറിന്റെ കുഞ്ഞുകൂട്ടിലേക്ക് പടികടന്നു വന്ന മിടുക്കിക്കുട്ടി. ഇത് തീർത്ഥക്കുട്ടിയുടെ തിരിച്ചുവരവിന്റെ പാട്ടുരാവ്. കണ്ടമിടറിയ കുഞ്ഞുനാദം വിസ്മയ രാഗവിരുന്നൊരുക്കാൻ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ താവണിക്കുടാമോ. ഹലോ, എന്തുകൊണ്ട് മോളെ, സുഖാണോ? പാട്ടൊക്കെ നന്നായിട്ട് നോക്കിയോ? ഏത് പാട്ട്? ആരാ എന്റെ മ്യൂസിക്? മോഹൻ സിത്താര സാറ്. എഴുതിയതോ? എന്താണ് തുടക്കത്തിൽ മാത്രം ഓളിയുണ്ട്? മോഹൻ. അപ്പൊ എഴുതിയതോ? അത് ഒരു സംശയമില്ലെന്നുള്ളതാണ്. അപ്പൊ പാടാൻ പോയല്ലേ? താങ്ക് യു സാർ. Okay, Titmo, ready? 1, 2, 3, 4. Cuckoo, cuckoo. Cuckoo, cuckoo, കുയിലേ. ആരും കാണാതിന്നോടൊരു
മിടുക്കിയാണല്ലോ. താങ്ക് യു സർ. എന്താ ഇമ്പ്രൂവ്മെന്റ്? ഇപ്പൊ നല്ല കൂളായിട്ട് നല്ല ഫ്രീ ആയിട്ട് നല്ല ഫ്ലോയിലാണല്ലോ പാടുന്നത്. താങ്ക് യു സർ. നല്ല രസം വോയിസ് കേൾക്കാനും ചില എക്സ്പ്രഷൻസ് ഒക്കെ കേൾക്കാനും എന്ത് രസാ. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു പല്ലവി മാത്രം ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ബാക്കി അതിനുശേഷം നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അവിടെ നിന്ന് പിന്നെ അനുപല്ലവി ഒക്കെ വന്നപ്പോഴത്തേക്കും കുറെ കൂടി ഭംഗിയായിട്ട് വന്നു. താങ്ക് യു. തീരാറായപ്പോഴത്തേക്കും അതിമനോഹരായി. താങ്ക് യു സർ. ഏറ്റവും ആദ്യത്തെ കുക്കു കുക്കു കുയിലേ എന്റെ കൈ നോക്കുമോ, ആദ്യത്തെ മാത്രം എന്തോ എനിക്ക് ഒരു ചെറിയൊരു പിച്ച് ഔട്ട് പോലെ തോന്നി. ബാക്കിയെല്ലാം ആ ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ മാറി. താങ്ക് യു സർ. അതിന് പ്രത്യേകം ഞാൻ ദീപുവിനെ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. നിങ്ങൾ വെച്ച് ഫ്ലറിഞ്ചിയല്ലോ. താങ്ക് യു സർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാതിമല്ലി പൂവ് എന്നൊക്കെ പറയുന്ന ചരണം വന്നപ്പോഴത്തേക്ക് നല്ല ഫോമിലായി. താങ്ക് യു സർ. കുറച്ചുകൂടെ വോയിസ് വേണേൽ തുറക്കാം. ഇനി തുറന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് തുറക്കാം. ഇനിയിപ്പോ അതെല്ലാം പോയല്ലോ, അതെല്ലാം എവിടെയോ പോയി. നന്നായിട്ട് പാടി വേണം. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോള് വളരെ വളരെ ഫാസ്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു തരുന്നതാണ് മോളുടെ ഏറ്റവും വലിയൊരു ഗുണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തീർത്ത എന്ന് പറയുന്നത് നമ്മളുടെ ലിസ്റ്റിൽ ഗുഡ് സിംഗേഴ്സ് അല്ലെങ്കിൽ മിനിമം ഗ്യാരണ്ടി സിംഗേഴ്സിൽ ഒരാളാണ്. ആ ലിസ്റ്റിൽ വന്നു. താങ്ക് യു സർ. ഞാൻ ശങ്കർജിയുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു, ശങ്കർ മഹാദേവൻ്റെ അടുത്ത്. അദ്ദേഹം ഈ ഷോന്റെ വലിയൊരു ഫാനാണ്. അദ്ദേഹവും ഇതേപോലെ ഒരു ചിൽഡ്രൻ ഷോ ആണ് അവിടെ ചെയ്യുന്നത്, ബോംബെയിൽ. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറയാ, ഈ സീസണിൽ അവിടെ ചെയ്യുന്ന സമയത്ത് അവർ മിസ് ചെയ്യുന്നത് ഈ ഷോയിലെ കുട്ടിക്കുറുമ്പുകളുണ്ട് ബിലോ 10. അത് നമുക്ക് അവിടെ ഇല്ല. അവിടുത്തെ ക്ലോസിങ് ഏജ് 10 ആണ് അത്രേ. അപ്പോൾ നിങ്ങളുടെ ഷോയിൽ അങ്ങനെ ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട്. ചെറിയ കുട്ടികൾ ഉഗ്രനായിട്ട് പാടും, ശരിക്കും കുട്ടിത്തം കൂടുതൽ തോന്നും. അതിലൊക്കെ പെടുന്നതാണ് തീർത്ത. മനസ്സിലായി? സൂപ്പർ. എന്തായാലും ഇത്രത്തോളം മോള് എടുത്തതെല്ലാം ഓക്കെ ആയി. ഇനി നമുക്കൊന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കണ്ടേ? അതായത് വേറെ ടൈപ്പ് പെർഫോമൻസ് ഉള്ള പാട്ടുകൾ കുറച്ചൊക്കെ ഒന്ന് മൂവ് ചെയ്ത് ഡാൻസേഴ്സിന്റെ കൂടെ. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ സ്ഥിതി ഇനി നമുക്കൊരു ഒന്ന് ജോണർ മാറ്റി പിടിക്കാം, ഇല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. തീർത്ഥമോളെ, ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ ടോപ്പ് സിംഗറിൽ മോൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. താങ്ക് യു സർ. ശരിക്കും മോള് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമ്മൾക്കെല്ലാവർക്കും വിഷമമായിരുന്നു. അപ്പം ഞാനത് മധുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കുറേ നാൾ എടുത്ത് ശരിയാവുമെന്ന് പറഞ്ഞു. പക്ഷേ അത് 4-5 മാസത്തിന് മുകളിലാണ് സാധാരണഗതിയിൽ ശരിയാവുന്നത്. മോള് 1 മാസം പോലും എടുക്കുന്നതിന് മുമ്പ് ഗംഭീരമായി മിനിമം ഗ്യാരണ്ടി സിംഗറായിട്ടും മാറി. ശരി, മോള് വന്നപ്പം ഇതിൻ്റെ മ്യൂസിക് ആരാണെന്ന് പറഞ്ഞു, എഴുതിയതാരാണെന്ന് പറഞ്ഞു, നായകനും നായികയാരാണ്. നായിക പറയണം, നായകനും പറയണം. നായകൻ മുകേഷ്. കൺഫ്യൂഷൻ വന്നോ ഷാറൂഖ് ഖാനുമായിട്ട്? ഇല്ല, ഇത്ര ആലോചിക്കേണ്ട ആവശ്യം. നായിക ദിവ്യ ഉണ്ണി. ഈ പടം 2001 മറ്റോ ആണ്. ഇതിൻ്റെ ഡയറക്ടർ സുദേശ്, അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഈ സിനിമയുടെ കഥ പറഞ്ഞു. ചെയ്യാമെന്ന് ഉറപ്പിച്ചതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അഭിനയിക്കുന്നത് ജയഭാരതി എന്ന നടിയാണെന്ന്. ജയഭാരതി മലയാളത്തിലെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുള്ള നടിമാരിൽ ഒരു 5 പേരിൽ ഒരാളാണ്. ഇത്രയും വ്യത്യസ്തമായ റോളുകൾ ചെയ്തിട്ടുള്ള ഒരാൾ ജയഭാരതി ചേച്ചിയെ പോലെ വേറെ ആരും. എൻ്റെ അമ്മയുടെ വലിയ ഫ്രണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അമ്മയുമായിട്ടൊക്കെ സിനിമ അഭിനയിക്കാൻ. അപ്പോൾ എപ്പോഴും കൊല്ലം വഴി പോയാലും എൻ്റെ വീട്ടിൽ കയറി കുറച്ച് സമയം, അപ്പോൾ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സമയം വിശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ പോകത്തുള്ളൂ ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു പ്രാവശ്യം വന്നു ജയഭാരതി ചേച്ചി, ഹരിപോത്തൻ സാറ്, പിന്നെ ജയഭാരതി ചേച്ചിയുടെ അനിയത്തി സോഫിയ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. അവരെല്ലാവരും വന്ന്. അപ്പം ഫ്ലൈറ്റിൽ മദ്രാസിലോട്ട് പോകണം വൈകുന്നേരം. അതുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചു. അപ്പം 4 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി. പെട്ടെന്ന് ആരോ ഹരിപോത്തൻ സാറാണെന്നൊരു ഐഡിയ. എന്നാൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ, കാറിനകത്ത് കാർഡ്സ് ഉണ്ട്, നമുക്ക് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കാം ചെറിയ സ്റ്റേക്സിന്. മലയാള സിനിമയിൽ ഏറ്റവും ഫാഷനൊക്കെ കൊണ്ടുവരുന്ന ആളാണ് ജയഭാരതി ചേച്ചി. അപ്പോൾ ഒരു പാൻറ് പോലൊരു ഡ്രസ്സും ഒരു കോട്ട് പോലൊരു ഡ്രസ്സൊക്കെ ആയിട്ട്. അപ്പം ജയഭാരതി ചേച്ചി ആദ്യത്തെ കളി തോറ്റു. അപ്പോൾ ഈ കോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് അതിനകത്തുനിന്ന് പോക്കറ്റിൽ നിന്ന് 5 രൂപ എടുത്ത് കൊടുത്തു. അപ്പോൾ കളി കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. അപ്പം തന്നെ ഞാൻ 5 രൂപയിൽ നോട്ടം ഇട്ടു. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് തീരുമാനിച്ച്. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ ഞാൻ 5 രൂപ 5 രൂപ എടുത്തിട്ട് എൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട്
മേശക്കകത്ത് വെച്ചു. പിന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ 5 രൂപ എടുക്കും, മുമ്പിൽ വെക്കും, ഇങ്ങനെ നോക്കും. എന്നിട്ട് ഓരോരോ സിനിമകൾ എല്ലാ ഹീറോ ഞാനാണ് കേട്ടോ. അന്ന് സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ആ മയിലാടും കുന്നില്ലേ നസീർ സാറിന് വരെ ഞാൻ പിന്നെ 5 രൂപയും നോക്കും, പിന്നെയും ആലോചിക്കും. അങ്ങനെ ഈ 5 രൂപയുടെ കഥ വെളിയിലായിട്ട് എൻ്റെ കൂട്ടുകാരന്മാർ ചിലരൊക്കെ വന്നിട്ട് ആ 5 രൂപ ഒരു ദിവസത്തേക്ക് തരുമോ? ഒരു ദിവസത്തേക്ക് 1 രൂപ വാടക. പിന്നെ ആ 5 രൂപ അങ്കിള് ചെലവാക്കി. അപ്പൊ എത്രമാത്രം ജീവിതത്തിൽ അങ്ങനെ ഒരു സ്കാർസിറ്റി മണിക്ക് വന്നു കാണുമെന്നുള്ളത് മനസ്സിലാക്കി. കാര്യം ഒരു നിവൃത്തിയില്ല, മരിച്ചു പോകും എന്ന് കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ചെലവാക്കി. ഞാനിത് ഇന്നസെന്റ് ചേട്ടൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം തമാശയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഇന്നസെന്റ് ചേട്ടനും ഞാനും ജയഭാരതി ചേച്ചിയും കൂടെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നടന്നു വരുവാണ്. ഇന്നസെന്റ് ചേട്ടൻ ഇത് ജയഭാരതി ചേച്ചി എടുത്ത് പറഞ്ഞു, ഇവൻ അത്രയ്ക്ക് ആരാധനയായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ മുകേഷിന്റെ വീട്ടിലൊക്കെ എത്ര പ്രാവശ്യം വന്നു, ഒരിക്കൽ പോലും ഞാൻ അറിഞ്ഞില്ല ഇത്രയും ആരാധന. അറിഞ്ഞില്ല കുട്ടി എന്ന് പറഞ്ഞു. കാര്യം ഒരാളെ ഒരു സിനിമാ നടനെയോ നടിയോ കാണുമ്പോഴത്തേക്ക് ആദ്യം ഒരാളുടെ വായിൽ വരുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല ഈ ജന്മത്തെ കാണാൻ പറ്റുമോ, ആ ഡയലോഗായിരുന്നു. ഓൾ ദി ബെസ്റ്റ് മോൾ. താങ്ക് യു സർ. തീർത്ഥമോൾ, മോളുടെ പാട്ടിന് ഇന്ന് ജഡ്ജസ് പാനൽ മോൾക്ക് തരുന്നു താങ്ക് യു സർ. ആദ്യൊരു ജയഭാരതി പൂക്കുറ്റി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ എക്സ്ട്രീം. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വോട്ടിങ്ങിനും ഗ്രേഡിങ്ങിനും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ കിട്ടും. അപ്പോൾ അത് വേഗം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തീർത്ഥക്കുട്ടിയുടെ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. തീർത്ഥക്കുട്ടിയുടെ QR കോഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ തീർത്ഥക്കുട്ടിയുടെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം QR കോഡ് സ്കാൻ ചെയ്ത് തീർത്ഥക്കുട്ടിക്ക് വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. മനസ്സ് ചിറകുകളാൽ ഉയരുന്നു അത് മെല്ലെ നഭസിൽ. നമുക്കിവിടെ ഒരു രാധ വന്നിട്ടുണ്ട്. രാധേനെ വിളിക്കട്ടെ? രാധയോ? രാധയാണെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് കണ്ടപ്പോ രാധേനെ പോലെയാ തോന്നിയത്. മനസ്സിലായി. ആണല്ലേ? വെൽക്കം രാധ ഓൺ സ്റ്റേജ്. രാധേ. രാധയല്ല, മേഘപ്പന്റെ 10. മേഘന എന്ന് വിളിക്കണോ അതോ രാധേ എന്ന് വിളിക്കണോ അതോ ഗുരുവായൂരപ്പന്റെ 10? ഗുരുവായൂരപ്പന്റെ 10 എന്താ? ഗുരുവായൂരപ്പന്റെ ഭക്തയാണോ? അതാണോ ഈ 10 എന്ന് പറയുന്നത്? ഗുരുവായൂരപ്പന്റെ ഭക്ത. ഭക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. ഇങ്ങനെ തൊഴുതുകൊണ്ട് ഭക്തിപൂർവ്വം നിൽക്കുന്നത് അല്ലേ? ഒരു പേര് വിളിച്ച് മേഘന എന്ന് വിളിച്ച് വിളി കേട്ടില്ല. രാധയെന്ന് വിളിച്ച് പിന്നെ ഏതാ വിളിക്കണ്ടേ? 10. 10 എന്തെന്തോ ഇവിടെ. ഞാനിപ്പോ മേഘ്നക്കുട്ടി അല്ലല്ലോ എന്റെ. മേഘ്നക്കുട്ടിക്ക് ഇതുപോലത്തെ മുടിയൊക്കെണ്ടോ? ഇതൊക്കെ വെച്ച് ഒന്ന് തിരിഞ്ഞേ ഒന്ന് കാണട്ടെ. സ്റ്റൈലായിട്ടുണ്ടല്ലോ. ഏത് പാട്ടാ മോളെ? ഗുരുവായൂരപ്പന്റെ. അപ്പന്റെ തിരുവമൃതത്തിന് ഉരുളി നിറച്ചും പാൽച്ചോറ് വെച്ചു. ആയിക്കോട്ടെ. എന്നിട്ട് എന്തായി? ഇങ്ങനെ പറഞ്ഞാ മതിയാവോ? ഇവിടെ ഇരിക്കുന്ന ടി വി കാണുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും പാട്ട് പറഞ്ഞോണ്ടിരിക്കണേ. കാത്തിരിക്കും നമ്മള് പാടുന്നു. അപ്പൊ ഗുരുവായൂരപ്പന്റെ കടാക്ഷം ഉണ്ടായിരിക്കട്ടെ. കണക്ഷൻ എന്നും പറയാം. ഗുരുവായൂരപ്പനുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിക്കോട്ടെ. എല്ലാരും ഇപ്പൊ ഒരു കാര്യം കണ്ടാണേ, നമ്മുടെ ഗുരുവായൂരപ്പന്റെ 10ന്റെ കയ്യിൽ ഇത് നിന്റെ പേരെന്തുവാ? എന്ത് ഇതിന് ഇട്ടിരിക്കുന്നേ? ക്യൂടെക്സ്. ക്യൂടെക്സ്. അതിന്റെ പേരാണ് ക്യൂടെക്സ്. ക്യൂടെക്സാ? ചിരിക്കണോ? തുടങ്ങാ.
ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുരുവായൂരപ്പന്റെ തിരുവമൃതത്തിന് ഉരുളി നിറച്ചും പാൽച്ചോറ് വെച്ചു, കദളിപ്പഴം വെച്ചു, പഞ്ചാര നേദിച്ചു, തുളസിപ്പൂവിട്ടു ഞാൻ പൂജിച്ചു. ഭഗവാനിതെന്തേ കഴിക്കാത്തോ, ഒരു പഴം പോലും എടുക്കാത്തോ. ഭഗവാനിതെന്തേ കഴിക്കാത്തോ, ഒരു പഴം പോലും എടുക്കാത്തോ. പുത്തരി വേവാഞ്ഞോ, മധുരം പോരാഞ്ഞോ. പുത്തരി വേവാഞ്ഞു, മധുരം പോരാഞ്ഞു, അച്ഛൻ്റെ കൈ കൊണ്ടു നേദിക്കാഞ്ഞു. ഉരുളയുരുട്ടി തരാഞ്ഞിട്ടോ, മടിയിലിരുത്തി തരാഞ്ഞിട്ടോ. ഉരുളയുരുട്ടി തരാഞ്ഞിട്ടോ, മടിയിലിരുത്തി തരാഞ്ഞിട്ടോ. പൂജ പിഴച്ചിട്ടോ, മന്ത്രം പിഴച്ചിട്ടോ. പൂജ പിഴച്ചിട്ടോ, മന്ത്രം പിഴച്ചിട്ടോ, പൂജാരിയായി ഞാൻ വന്നിട്ടോ. ഒരു വറ്റുമുണ്ണാതിരുന്നാലേ തിരുവയറയ്യോ വിശക്കൂലേ. ഒരു വറ്റുമുണ്ണാതിരുന്നാലേ തിരുവയറയ്യോ വിശക്കൂലേ. പൊന്നുണ്ണി കൈകൊണ്ടു ഉരുളയുരുട്ടി നീ ഉണ്ണുന്നതൊന്നു ഞാൻ കണ്ടോട്ടെ. പൊന്നുണ്ണി കൈകൊണ്ടു ഉരുളയുരുട്ടി നീ ഉണ്ണുന്നതൊന്നു ഞാൻ കണ്ടോട്ടെ. കണ്ടോട്ടെ, കണ്ടോട്ടെ. പല മേഖലയിലെയും ഇതുവരെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വളരെ എന്താ പറയുക നാടകീയമാക്കിയിട്ട് നമ്മുടെ കരയിപ്പിക്കാനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ വിഷയം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് വാക്കെടുത്ത് ആ ഭഗവാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാൻ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഈ ചെറിയ ആരിതൊക്കെ പഠിപ്പിച്ചത്? ഇത് ഞാൻ തന്നെ പഠിച്ചു. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയോ? ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി. അത് കൊറേ പറഞ്ഞ് എനിക്ക് ഉറക്കം വരും. അയ്യോ, ഓരോ വാക്ക് പറയുന്ന സമയത്ത് അതിന്റെ എക്സ്പ്രഷനും എല്ലാം പറയുന്ന സമയത്ത് ശരിക്കും നമുക്ക് സങ്കടം വന്നുപോയി. സങ്കടം വന്നു പോയാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഞാൻ പണ്ട് പണിയില്ലേ, വിശക്കുമ്പോൾ ആ പണ്ടത്ത് പോയി കഴിച്ചേക്കുവാ. തുറന്നു നോക്കിയപ്പോ വെണ്ണ കഴിക്കുവാ. ഇപ്പൊ ആ സങ്കടം പോലെ മുഖം പിടിച്ചത് എങ്ങനെയാ? അത് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ അതൊക്കെ അവള് അവിടെ ഇങ്ങനെ വരുന്നതാണ്, തന്നെ വന്നതാണല്ലേ, ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അല്ലാതെ പിന്നെ ചുമ്മിരുന്നാ മതിയോ? ഗുരുവായൂരപ്പന് വല്ലതും കഴിക്കണ്ടേ? അപ്പളേ വളരെ
വളരുവേ ഉള്ളൂല്ലോ. ആ ഗുരുവായൂരപ്പന് വളരണം. വളരണ്ടേ? ഓക്കെ, ശരി ശരി. ഗുരുവായൂരപ്പന് വയറുവശന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല മോള് വിശന്നിരിക്കുന്നില്ല. അപ്പൊ ആ സമയത്ത് കഴിക്കാൻ പറഞ്ഞപ്പോ അത് പാൽച്ചോറൊന്നും കഴിക്കാതെ പോയി വെണ്ണ എടുത്ത് കഴിച്ച്. വെണ്ണ ഇഷ്ടമാണോ മോക്ക്? ഞാൻ വെണ്ണ അല്ല കഴിക്കാറ്, ഞാൻ എല്ലാം പാൽച്ചോറൊക്കെ എടുത്ത് കഴിക്കും. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി, വളരെ വളരെ ഇഷ്ടമായി മോളുടെ പാട്ട്. എനിക്ക് ഈ മുടിയൊക്കെ ശരിക്കും ഉള്ളതാണോ, ഇത് എന്താണ് ഇതിന്റെ അവസ്ഥയൊക്കെ ഒന്ന് തിരിഞ്ഞു നിൽക്കുമോ? ഇതൊക്കെ എന്താണോ, കണ്ടു കഴിഞ്ഞാൽ ഇത്രയും വലിയ മുടിയാന്നൊക്കെ വിചാരിക്കും. ശ്ശോ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്കിളിന് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, പോട്ടെ. ഇനി ഈ ഫ്ലവേഴ്സ് ഒക്കെ വാവയ്ക്കുള്ളതാ കേട്ടോ. ശരി, ബൈ. ഗുരുവായൂരപ്പ, എന്തെന്തോ ഗുരുവായൂരപ്പ, എനിക്കൊരാഗ്രഹമുണ്ട്. അറിയൂ. എനിക്ക് ഗുരുവായൂരപ്പന്റെ കൂടെ നിന്ന് അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. സാധിച്ചു തരുമോ? ഞാൻ മീനാക്ഷി ചേച്ചിയുടെ അടുത്ത് കാര്യം പറഞ്ഞോട്ടെ. മീനാക്ഷി ചേച്ചി, ഞാൻ കളിക്കുന്ന സ്റ്റെപ്പ് മീനാക്ഷി ചേച്ചി കളിക്കുവോ? ഞാൻ ഇവിടുന്ന് ഗുരുവായൂരപ്പനായിട്ട് ഞാനൊരു വരം ചോദിച്ചപ്പോഴത്തേക്ക് അവൾ മാറ്റിക്കളഞ്ഞുണ്ട. അപ്പൊ അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ എന്റെ കൂടെ ഗുരുവായൂരപ്പൻ നിന്ന് പാടുവോ? അടുത്ത എപ്പിസോഡിന് ഞാനല്ലായിരിക്കും. അല്ല, എന്റെ അടുത്ത എപ്പിസോഡ് അടുത്ത പാട്ട്. ഗുരുവായൂരപ്പൻ പറയുന്ന പോലെ ഞാൻ ചെയ്യാവൂ. എന്തായാലും ഇന്ന് മോള് പാടിയത് ഗംഭീരമായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അതായത് അർത്ഥമറിഞ്ഞ് തന്നെ പാടി. എനിക്ക് ഫുള്ളും എന്റെ അർത്ഥം അറിയായിരുന്നു, പക്ഷെ അങ്ങനെ പറഞ്ഞ ഫുള്ളും പറഞ്ഞ് എനിക്ക് ഉറക്കം വരും. അയ്യോ, നീ ഉറങ്ങണ്ട, അവിടെ നിന്നോ. ഇതേ കുഴപ്പം എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ മോള് വേറെന്തെങ്കിലും പറയും. അതുകൊണ്ട് ഞാൻ ഇനി പെട്ടെന്ന് പറയുന്നു, മോള് നന്നായിട്ട് പാടി, ഗംഭീരമായിരുന്നു, നല്ലൊരു കൈയടി. മേഘനക്കുട്ടി, എന്തെന്തോ ആ എന്തെന്തോന്നുള്ള പാട്ട് പാടുന്ന ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് കണ്ടു. എന്തെന്തോ. അപ്പൊ ഞാൻ കണ്ടത് മേഘനക്കുട്ടി ഈ പാട്ട് ഒരു ചെയറിലിരുന്ന് ഇങ്ങനെ പാടുന്ന ഒരു വീഡിയോ കിട്ടി. അത് ഫേസ്ബുക്കിലല്ലേ? അതെ, അല്ല, അത് എനിക്ക് വാട്സാപ്പിലെ കിട്ടിയ മേഘനക്കുട്ടിയുടെ ഗുരു ടീച്ചർ, പാട്ട് പഠിപ്പിച്ചിരുന്ന ടീച്ചർ അയച്ചു തന്നതാ. ആരാ പാട്ട് പഠിപ്പിച്ചിരുന്നേ? അല്ലല്ല, ഈ പാട്ടല്ല, സംഗീതം പഠിപ്പിക്കുന്ന. അത് സംഗീതം ആരും പഠിച്ചില്ല, ഞാൻ അത് ഒറ്റയ്ക്ക് പഠിക്കും. പാട്ട് പഠിക്കുന്നില്ലേ? ആ പാട്ട് പഠിക്കും, എപ്പോഴും പഠിക്കും. അതാണ് ഞാൻ ഇപ്പൊ നന്നായിട്ട് പാടുന്നത്. സരിഗമ പദനിസ പഠിക്കുന്നുണ്ടോ? അത് എന്റെ ഒരു ക്ലാസിക്കൽ മ്യൂസിക്. അത് ആരാ പഠിപ്പിക്കണേ? മഞ്ജിത് സാറാണ് എനിക്ക് അയച്ചു തന്നത്. ദീപു അങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാം, വേഗം പറയാം, ഇല്ലെങ്കിൽ നീ അതിന്റെ ഇടയ്ക്ക് കയറും. മഞ്ജിത് സാർ എന്റെ ഗുരുവാ, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാ ഞാൻ അറിയോ? അത് അറിയോ? മഞ്ജിത് സാർ അല്ലേ? ഞാൻ എങ്ങനെ വിളിക്കാന്നറിയാം, അങ്കിൾ മ്യൂസിക്. അത് പോയി, അത് നേക്കൂല ഇവിടെ. അപ്പൊ ഞാനും പെട്ടെന്ന് പറയാണ്, ഉഗ്രനായിട്ട് പാടി കേട്ടോ, നന്നായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതായിരിക്കും നല്ലത്. മുകേഷ് അങ്കിൾ നല്ലൊരു കഥ ഇപ്പൊ പറഞ്ഞു തരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്കുണ്ട് കേട്ടോ കഥ. അതെന്ത് കഥ? ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഈ തീക്കളിക്ക് ഇറങ്ങണോ. ഞാൻ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോലും ഞാൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ മോളുടെ മുമ്പിൽ ഞാൻ തൊഴുന്നു. കാര്യം നല്ല ഗുരുവായൂരപ്പന്റെ പാട്ടാണ് പാടിയത്. അപ്പൊ ഗുരുവായൂരപ്പന്റെ ഒരു കഥ മോൾക്കൊക്കെ മനസ്സിലാവുന്ന തരത്തിൽ ഒരെണ്ണം ഞാൻ ഇങ്ങനെ ആലോചിച്ചൊക്കെ വെച്ച്, പക്ഷെ ഞാൻ മുന്നോട്ട് ഇറങ്ങുന്നില്ല. ഞാനത് വേറൊരു സന്ദർഭത്തില് പറഞ്ഞു തരാം കേട്ടോ. അല്ലേ എഴുതി അങ്ങ് കൊടുത്തേച്ചാ മതി, അവരെ പോയി വായിച്ചോട്ടെ. അത് വിജയിക്കില്ലെന്ന് എനിക്കറിയാം. കാര്യം വായിക്കാനൊന്നും അറിയില്ല. ശരി മോളുടെ കഥ പറ. പണ്ടൊരു ദിവസം ഒരു വെള്ളത്തിന്റെ അകത്ത് ഒരു ക്രാബ് ഉണ്ടായിരുന്നു. ആ ക്രാബിന്റെ അമ്മയും അച്ഛനും ഫുഡ് മേടിക്കാൻ പോവായിരുന്നു. അപ്പൊ ആ കുഞ്ഞക്രാബിന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിക്കണേ, കുഞ്ഞക്രാബ് എവിടെയും നടക്കാനൊന്നും പോകരുത്, ഞങ്ങൾ പോയി ഫുഡ് മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പോയി. അപ്പൊ ആ കുഞ്ഞക്രാബിന് കൊതിയ പുറത്തൊക്കെ പോയി ഇങ്ങനെ നടന്ന് വരുന്നു. അപ്പൊ കുഞ്ഞക്രാബ് വിചാരിച്ചു, പുറത്ത് പോയി അമ്മ വരുന്നവരെ ഞാൻ നടന്നിട്ട് വരാല്ലേ, അങ്ങനെ വിചാരിച്ചു. വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നടക്കാൻ പോയി. അപ്പൊ അങ്ങനെ വഴി തെറ്റി പോയി. അപ്പൊ ഒരു ഉൾഫിനെ കണ്ടു. ഉൾഫ് വിശന്ന് കിടക്കുന്നുണ്ട്, ആ ലേക്കിന്റെ അടുത്ത് വന്ന് ചെയ്യുന്നത്. അപ്പൊ ആ ക്രാബിനെ കണ്ടു. അപ്പൊ എന്നെ പിടിച്ച് തിന്നാൻ പോയി. അപ്പൊ ആ ക്രാബ് പറഞ്ഞു, അയ്യോ എന്നെ തിന്നരുതേ, എന്നെ ഫ്രീ ആക്കി വിട്, എന്നെ തിന്നാലൊന്നും നിനക്ക് വയറൊന്നും അറിയൂല, അതുകൊണ്ടാ ഞാൻ എന്റെ വെള്ളത്തിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ആ ഉൾഫ് പറഞ്ഞു, നല്ല ഐഡിയാന്ന്.
എന്നിട്ട് വെള്ളത്തിന്റെ അകത്ത് പോയി. പിന്നെ എന്നിട്ട് വുൾഫ് വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. അയ്യോ ചമ്മി. പറ്റിച്ചേ. അതാണ് പറയുന്ന പ്രസൻസ് ഓഫ് മൈൻഡ് വേണമെന്ന്. ഓ കറക്റ്റ് സമയത്ത് ആലോചിക്കണം. നല്ല മെസ്സേജ്, നല്ല മോറൽ. പാട്ട് വളരെ നന്നായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫീല് മോളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്ത് ഒരു പാട്ട് പാടി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതിനിടയ്ക്ക് ഒരാൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരാ? മീനാക്ഷി. ആദ്യം പറഞ്ഞ ഒരു സാധനം ഞാനൊരു സ്റ്റെപ്പ് ഇട്ട് അത് ഓർക്കല്ലേ. പക്ഷെ അവൾ ഓർക്കും. ആ സ്റ്റെപ്പ് എങ്ങനെയാ? സ്റ്റെപ്പ് ഇങ്ങനെയോ? കാലെവിടെ? ആ ഓക്കെ. അതങ്ങനെ തന്നെ ഞാനും വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കഴിഞ്ഞോ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് മീനുട്ടി എന്തോന്ന് കാണിച്ചേ? അത് പറഞ്ഞിട്ടില്ല അവള്. അത് ചേച്ചിയുടെ വലിയ പാവാട ആയതുകൊണ്ട് ഇങ്ങനെ നിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചേച്ചി അത് കളിച്ചേനെ അല്ലേ? അതാ. അയ്യോ അയ്യോ. താങ്ക് യു. മേഘന കുട്ടിക്ക് ഇന്ന് ജഡ്ജസ് പാനൽ തരുന്നു അപ്പൊ ഗുരുവായൂരപ്പന്റെ 10 പോക്കറ്റ് കൊടുത്തേ. Congratulations, you are awarded a extra. Thank you. അപ്പൊ നമ്മുടെ മേഘ്നക്കുട്ടിയുടെ പാട്ടൊക്കെ എല്ലാവരും കേട്ടു. അവളുടെ പാട്ടും വർത്താനം ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, ഉറപ്പാണ്. അപ്പൊ ഇനി മേഘ്നക്കുട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വേഗം നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ കിട്ടും, എല്ലാവർക്കും അറിയാം. അത് വേഗം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് മേഘ്നക്കുട്ടിയുടെ QR കോഡ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് മേഘ്നക്കുട്ടിയുടെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അതെ, പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണേ, മോൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ പോലും പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, മോൾ ഉദ്ദേശിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഭക്ത എന്നാണ്. പക്ഷെ 10 എന്ന് പറയത്തുള്ളൂ. ബൈ. ആലാപന മധുരം കൊണ്ട് പ്രേക്ഷക മനം കവർന്ന പാലക്കാടിന്റെ സ്വന്തം ശ്രീഹരി. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേല് നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് എന്താ ഷർട്ടിടാൻ മറന്നുപോയോ? ഇതാണ് വേഷം. ഇതാണ് ഇന്നത്തെ വേഷം. എന്റെ അമ്മേ. അല്ല, ഇവിടെ എന്തിനാ വന്നെന്ന്? പാട്ട് പാടാൻ. ശ്രീഹരിയല്ലേ വിളിച്ചത്? ഞാനാണ് ശ്രീഹരി. മുഖമൊക്കെ കണ്ടോ? ഇതൊരുമാതിരി എങ്ങാണ്ട് ഏതാണ്ട് ചവറിന്ന് എണ്ണീറ്റ് വരുന്നോലിരിക്കുന്നല്ലോ. ഇത് മണിച്ചേട്ടന്. ഞാൻ പാടുന്നത് നെഞ്ചുടിക്കിന്റെ താളം. ആ സിനിമയിലെ വേഷമായിരിക്കും അല്ലേ? അതെ, കരുമാടിക്കുട്ടനായിട്ട് വന്നതാ. ഓ, കരുമാടിക്കുട്ടൻ. അതാണ്. അവൻ മണിക്കുട്ടൻ മാറി, മണിയൻ മാറി, ഇപ്പൊ കരുമാടി എണ്ണനായി. ആൾക്കാരുണ്ടോ ഡാൻസ്? ഉണ്ടോ? വിളിക്കേ. ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഓ, ആക്ടിങ് കൊടുക്കുന്നുണ്ട്. അതെ. ആദ്യം വന്നപ്പോ ഉള്ളൊരു ഷോട്ട് എന്റെ മനസ്സിലുണ്ട്. ഇവൻ ഇങ്ങനെ മിണ്ടാതെ നിന്നൊരുത്തനെ പൂച്ച പോലെ ഇപ്പൊ ഡാൻസ് ആയി, പാട്ടിൽ ഇമ്പ്രൂവ്മെന്റ് ആയി, അഭിനയം കൂടെ ആയി. കാണട്ടെ എങ്ങനെ ഉണ്ടെന്ന്. മുകേഷിനെ വെട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്റെ കഴിവിനെ പറ്റുന്ന ഇപ്പൊ തൽക്കാലം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാമേ. പാലക്കാടൻ പാട്ടുകുറുമ്പൻ ശ്രീഹരി. മണിച്ചേട്ടാ, എന്റെ ഒരു വലിയൊരാഗ്രഹമായിരുന്നു മണിച്ചേട്ടന്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് പാടണമെന്ന്.
മണിച്ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ രണ്ടുപേരും പാടാൻ പോകും. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാ നീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മലയാളത്തിന്റെ പ്രിയ നടൻ മണിച്ചേട്ടന്റെ തട്ടകമായിരുന്ന, ഇന്ന് മണിച്ചേട്ടൻ ഉറങ്ങുന്ന ചാലക്കുടിയുടെ മണ്ണിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണമെന്ന് കൊതിച്ച കുരുന്ന് പാട്ടുകാരന് ഇത് സ്വപ്ന സാഫല്യം. സൂര്യൻ താനേ മറയുന്ന സൂര്യൻ, മറക്കാനാകാത്ത മണിനാദം പിറന്ന മണ്ണിന്റെ സ്നേഹം എത്രയെന്ന് കണ്ടറിഞ്ഞു ഈ കുറുമ്പൻ. കൊട്ടും പാട്ടും ചിരിയുമായി മണിച്ചേട്ടൻ നടന്ന വഴികളിലൂടെ ഈ കുഞ്ഞു പാട്ടുകാരനും നടന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരി മീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. മീനും കൊണ്ട ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ട ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചിഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചിഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരി മീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കോമ്പറ്റീഷനിലോട്ട് കിടക്കാം അല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
സർ. മണീൻ്റെ മുഖത്ത് ആ പാട്ടിൻ്റെ വികാരവും അതിൻ്റെ എക്സ്പ്രഷനും നന്നായിട്ടുണ്ടായിരുന്നു. അതായത് എസ്പെഷ്യലി സെക്കൻഡ് ചരണം പാടുന്ന ആ പോർഷനില്ലേ, അവിടൊക്കെ നല്ല എന്താണ് പറയുന്നത്, ആ അച്ഛൻ്റെ അസുഖം ഇങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ട് അത് വളരെ വികാരത്തോടു കൂടി തന്നെ, അതായത് വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് മോനെ മുഖത്തെ എക്സ്പ്രഷൻ ആ ചരണം പാടിയത്. വളരെ നന്നായിരുന്നു കേട്ടോ. ഈ മൊത്തമായിട്ടുള്ള ഈ ഫീലുണ്ടല്ലോ, അതായത് ടോട്ടൽ ഈ പാട്ടിൻ്റെ ഒരു ദുഃഖം, അത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റിലുള്ള ആ ഡ്രാമ, അതെല്ലാം നന്നായിട്ട് നന്നായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിന്റെ ടൈമിങ്ങും അത് വളരെയധികം അത് പലരുടെയും കണ്ണ് നനയിച്ചു എന്നും കൂടെ വേണേൽ പറയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ആയാലും നമ്മുടെ ജഡ്ജിങ് പാനലിലുള്ളവരുടെ ആയാലും എല്ലാവരുടെയും മനസ്സും കണ്ണും നിറഞ്ഞു. നന്നായിരുന്നു, വെരി ഗുഡ്. സർക്കസിൽ ആ കാര്യങ്ങൾ നടക്കുന്നു, അതിനിടയിൽ ഇവിടെ അച്ഛന് വയ്യാണ്ടാവുന്നു, മോൻ വളരെ വിഷമമായിട്ട് പാടുന്നു, അതെല്ലാം നല്ല ശുഭമായിട്ട് കഴിഞ്ഞു. നിന്റെ ടൈമിങ് സൂപ്പർ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. മണിയാ, നിനക്ക് അഭിനയത്തിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു സ്പാർക്ക് ഉണ്ട്. ഇന്നത്തെ ഒരു പെർഫോമൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മോൻ നല്ലൊരു പാട്ടുകാരനാണോ, മോൻ നല്ലൊരു ഡാൻസറാന്ന് മുമ്പേ കാണിച്ചു. ഇന്ന് പാട്ടിൻ്റെ ഒപ്പം ഡാൻസ് മാത്രമല്ല, പാട്ടിൻ്റെ ഒപ്പം മോൻ അഭിനയിക്കാനും വളരെ നന്നാണെന്ന് തെളിയിച്ചു. സൂപ്പർ. അതായത് എക്സ്പ്രഷൻ മോൻ്റെ മുഖത്ത് പാടുന്ന സമയത്ത് പാട്ടിൻ്റെ എക്സ്പ്രഷനും ഉണ്ട്, പാട്ടിന് വേണ്ടുന്ന എക്സ്പ്രഷൻസ് വേണം. അതിനോടൊപ്പം തന്നെ ആ കഥയിലെ ഒരു കഥാപാത്രം കൂടി ആയി മാറുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് സാധാരണ സിമ്പിൾ അല്ല. അത് മോൻ ചെയ്തത് ഈ പ്രായത്തിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു മോൻ പാക്കേജിൽ എല്ലാ ഏറിയയും മോൻ ഒന്ന് തൊടിയിച്ച് പോയിട്ടുണ്ട്. ഈ പാടിയതെല്ലാം ഉഗ്രനായിട്ടുണ്ട്. മോൻ്റെ പാട്ടിന്റെ ഫീലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും നോക്കുന്നത്. ആ ഫീൽ, ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പല കാണുന്ന ഓഡിയൻസിനാണെങ്കിലും ജഡ്ജസിനാണെങ്കിലും എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മോൻ ഫീൽ വഴി അത് അവിടെ പെർഫെക്റ്റ് ആയിട്ട് നീങ്ങിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് പറയാൻ വാക്കുകളില്ല, എൻ്റെ കണ്ണും നനഞ്ഞു പോയി. അറിയാതെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്, കരയാതെയൊക്കെ. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ സിനിമ കാണുമ്പോൾ പൊട്ടി കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ പിടിച്ചു നിൽക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മോൻ്റെ ആ അഭിനയം, അപ്പൂപ്പൻ്റെ അഭിനയവും മോൻ്റെ അഭിനയവും വളരെയധികം അത് ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു രണ്ടുപേരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞു, ചെട്ടികുളങ്ങര ഭരണി നാളിൽ പാടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ടോപ്പ് സിംഗർ സീസൺ 2 സൂപ്പർ സ്റ്റാർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ജീവിതത്തിലൊരു സൂപ്പർ സ്റ്റാറായി മാറും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം കണ്ണ് നനയിക്കുന്ന പോലെ ആയിരുന്നു മോൻ്റെ എക്സ്പ്രഷൻസ്, മുഖത്തെ എക്സ്പ്രഷൻസ് ആയാലും ശരി, പാട്ടിലുള്ളതായാലും ശരി. എന്തായാലും വളരെ വളരെ മനോഹരമായിരുന്നു. എണീക്കാൻ പറ്റി, എഴുന്നേൽക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇരുത്തിക്കളഞ്ഞു. നമ്മളെല്ലാവരും എണീക്കേണ്ടതാണ് സത്യത്തിൽ, പക്ഷേ എണീക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോനെ. എണീക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കുറച്ച് വൈകിയാലും എഴുന്നേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നേരത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ വെടി കൊണ്ടിട്ട് എഴുന്നേക്കാൻ പറ്റിയില്ല. ഇതേ ഒരു സ്റ്റാൻഡിങ് ഓവേഷൻ ഇപ്പൊ തന്നെ അല്ലേ? ശ്രീഹരി നല്ല പാക്ഡ് ആയിരുന്നു. എല്ലാവരും അവരവരുടെ ജോലി ഗംഭീരമായിട്ട് ചെയ്യും. ചെറുതായിട്ട് വന്ന് ഈ കാശിട്ടവർക്ക് പോലും ആ മൂഡുമായിട്ട് നല്ല മാച്ചിങ് ആയിരുന്നു. ആ നടത്തയിൽ ഒരാൾ ഇങ്ങനെ ലാവിഷായിട്ട് നടന്നാൽ മതി, ആ മൂഡ് പോകും. അത് കൊറിയോഗ്രാഫി ചെയ്ത ആള് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം അത് സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഗായകരും, ഇപ്പം അഭിനേതാക്കള് ഭാവവും അഭിനയമൊക്കെ ഉള്ളതിനേക്കാൾ ഒരു പടി കൂടുതൽ ഗായകർക്ക് അഭിനയിക്കാനുള്ള കഴിവ് വേണം. കാര്യം അവർ ആ പ്രായത്തിലൊക്കെ അഭിനയത്തിലോട്ട് വരാത്തത് കൊണ്ടായിരിക്കും പലരുടെയും മനസ്സിലും ശരീരത്തിലും ഒക്കെ നല്ല അഭിനയം കാണും. കാര്യം നമ്മളൊരു തമാശ പാട്ട് ഒരു അഭിനേതാവിന് പാടാൻ പറ്റത്തില്ല. ഒരു ഗായകൻ ഒരു തമാശ പാട്ട് പാടി അത് കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയാണ്. അതിനകത്തുള്ള ഭാവങ്ങളും അതും ഇതും എല്ലാം കൊടുത്ത് നമുക്കത് പാടാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് അഭിനയം ഇവരുടെ മനസ്സിനകത്തുള്ളത് കൊണ്ടാണ് ദുഃഖപ്പാട്ട്. നമ്മൾ എത്രയോ പാട്ടുകൾ കേട്ട് കണ്ണ് നിറഞ്ഞു പോകുന്നു. അപ്പോൾ ദാസേട്ടനെ നമ്മൾ സിനിമയിലൊന്നും വലിയൊരു അഭിനേതാവായിട്ട് കണ്ടില്ലെങ്കിലും വലിയ അഭിനേതാവാണ് മനസ്സുകൊണ്ട്. എന്നാൽ മാത്രമേ ആ ഭാവത്തിലോട്ട് ഇങ്ങനെ കയറാനൊക്കെ. ശ്രീകുട്ടനാണെങ്കിലും
മധു ആണെങ്കിലും ദീപക് ആണെങ്കിലും ഒക്കെ ആ ഹൃദയ വികാരങ്ങൾ കറക്റ്റായിട്ട് പ്രകടിപ്പിക്കുക. അവർ പാട്ടിലൂടെ പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. മോൻ ഒരു പടിയും കൂടെ കയറിയിട്ട് ശരിക്കും അഭിനയത്തിലും പ്രകടിപ്പിച്ചു. അതുതന്നെയാണ് കലാഭവൻ മണിയുടെയും മറ്റൊരു സിദ്ധി. കാര്യം നല്ല ഇതേ കണക്കുള്ള പാട്ട്, കലാഭവൻ മണിയുടെ നാടൻ പാട്ട് കേട്ടിട്ടാണ് എല്ലാവരും കരയുന്നത്. അയാളുടെ പഴയ കഥകളും ചാലക്കുടിയിലുണ്ടായിരുന്ന കഥകളും പട്ടിണി കിടന്ന കഥകളും ഒക്കെ അദ്ദേഹം നാടൻ പാട്ടിലൂടെ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾക്കൊക്കെ അങ്ങനെ ഒരു കഥ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് പോലും അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടിലൂടെയാണ് സാധാരണക്കാരൻ അറിയുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും കലാഭവൻ മണി നാടൻ പാട്ട് മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരാളാണെന്ന് പറയുന്നു. കാര്യം നാടൻ പാട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് അത് ആസ്വദിച്ചിരുന്നിരിക്കും, എല്ലാം ശരിയാണ്. പക്ഷെ കലാഭവൻ മണിയുടെ വരവോടെ ആ ഒരു മേഖല അങ്ങ് പുഷ്ടിപ്പെട്ടെന്നുള്ളതാണ്. എല്ലാവരും നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ പല ആൾക്കാരും നാടൻ പാട്ടിൻ്റെ രീതിയിൽ കയറി വന്നു. അവർക്കൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി. അതെല്ലാം അതിനൊക്കെ ഒരു അടിത്തറ അല്ലെങ്കിൽ നല്ലൊരു പങ്ക് കലാഭവൻ മണി വഹിച്ചിട്ടുണ്ട്. പിന്നെ കരിമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ കലാഭവൻ മണിയുടെ ഏറ്റവും നല്ല സമയത്തുള്ള ഒരു സിനിമയാണ്. കോൺഫിഡൻസ് അങ്ങനെ ഹൈറ്റിൽ നിൽക്കുന്നത്, എന്തും ചെയ്തു കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് പറഞ്ഞ ഒരു ആക്ടറിന്. ഈ സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധി കുറവുള്ള ഒരാളാണ്. അപ്പം എന്ത് ജോലിയും ചെയ്യും, 5 രൂപ കൊടുത്താൽ മതി. അതായത് 5 രൂപയ്ക്കൊന്നുമില്ല, ഒരു 5000 രൂപയുടെ പണിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ 5 രൂപയുടെ ഒരു ക്യാച്ചിന് വേണ്ടി ഇയാൾ ലോകത്തില്ലാത്ത പണി മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ചെയ്തു കളയും. ഡയറക്ടർ തന്നെ അന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ദുഃഖം ആരും കാണുന്നില്ല. നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നെന്ന് പറയാം. ആ സമൂഹത്തിൽ നിന്ന് അവരുടെ കാര്യം അറിഞ്ഞിട്ട് എന്താ കാര്യം? അവരുടെ ദുഃഖം ആർക്കറിയണം? അവരുടെ സന്തോഷം ആർക്കറിയണം? അതിങ്ങനെ ജീവിച്ചു പോകും കുറേ പേര്. അതല്ല, അവർക്കും വേദനകളുണ്ട്, അവർക്ക് സന്തോഷങ്ങളുണ്ട്, അവർക്കും എബിലിറ്റി ഉണ്ട് പല കാര്യത്തിനും. ഇതൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത്. പക്ഷെ അത് കലാഭവൻ മണിയിലൂടെ ആ കഥാപാത്രത്തിന് ഒരു നല്ല പൂർണ്ണത വന്നു. മോൻ്റെ പെർഫോമൻസിനും നല്ല പൂർണ്ണതയുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ വളരെ ടച്ചിങ് പെർഫോമൻസിന് ജഡ്ജസിന് ഒന്നും തന്നെ ആലോചിക്കാനില്ല. മോൻ ഇന്ന് തരുന്നു a golden crown. താങ്ക് യു സാർ. അടി നമ്മുടെ ഒരു സ്വന്തം മണിയമ്പൂപ്പറ്റി. താങ്ക് യു സാർ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് a golden crown. മണിച്ചേട്ടനെ ഓർത്തുകൊണ്ട് ഞാൻ മണിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു 2 വരി പാടാൻ പോവാം. തീർച്ചയായിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് മോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമണോട്ട വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നട്ടോടോ മോടിടുമ്പോ വെളിച്ചെന്റെ കയ്യും നടുവും തളർത്തിയ റോട്ട വണ്ടി. ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് മോട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമണോട്ട വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നട്ടോടോ മോടിടുമ്പോ വെളിച്ചെന്റെ കയ്യും നടുവും തളർത്തിയ റോട്ട വണ്ടി. എനിക്ക് മണിയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളാണുള്ളത്. കാരണം മണി ഇത് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് കാരണം ഞാൻ എവിടെയോ ചാലക്കുടി സൈഡിൽ ഒരു ഗാനമേളയ്ക്ക് ഞാൻ പാടാൻ നിൽക്കുമ്പോഴും അതിൻ്റെ ഭാരവാഹികൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ ഒരു 5-10 മിനിറ്റ് മിമിക്രി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ആളുണ്ട്. അന്ന് അദ്ദേഹം തുടക്കക്കാരനാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗാനമേള തകർത്തുകൊണ്ടിരിക്കുക, ഒത്തിരി ആൾക്കാർ ഗാനമേളയ്ക്ക് വന്നിട്ടുള്ളതുകൊണ്ട് അപ്പോൾ മണിക്കൊരു ചാൻസ് കൊടുക്കണം എന്ന് ഭാരവാഹി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് 10 മിനിറ്റിന് പകരം ഒരു 1/2 മണിക്കൂർ തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കി. അത്രയും നേരം ഞാൻ ഒരു 1 മണിക്കൂർ പാടിയ പാട്ടുകളെല്ലാം കാറ്റിൽ പറത്തുക. പിന്നെ എനിക്ക് ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു. അതൊരു ഓർമ്മ. പിന്നെ ഒരുപാട് യാത്രകൾ, കാരണം വിദേശ യാത്രകൾ. പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയപ്പം എനിക്ക് ചാന്ത് പൊട്ടും ചങ്കേലസും എന്നുള്ളതിന് കിട്ടിയപ്പം അദ്ദേഹത്തിന് എന്തോ നല്ല സഹനടനോ ഇതിനുള്ളൊരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് കുറച്ച് കറങ്ങി. ഒരുപാട് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. കാരണം എന്തും ആര് ചെന്ന് ചോദിച്ചാലും അദ്ദേഹം കൊടുക്കും. ഒരിക്കലും നോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ ചിത്രത്തിലാണെങ്കിൽ തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചാന്ത് പൊട്ടും ചങ്കേലസും. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവ് കൊണ്ടായിരിക്കാം എനിക്കും അതിനകത്തൊരു
അവാർഡ് കിട്ടാൻ ഞാൻ അർഹനായത് എന്ന് പോലും ഞാൻ വിശ്വസിക്കും. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു 2 വരി. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരനല്ലേ, ദേവമനോഹരനല്ലേ, നീയൊരു സുന്ദരനല്ലേ, ലോകമണിയനല്ലേ. അപ്പൊ നമ്മുടെ ശ്രീഹരിക്കുട്ടന്റെ പാട്ടൊക്കെ ഇപ്പൊ എല്ലാവരും കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി ശ്രീഹരിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ശ്രീഹരിയുടെ QR കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് പെട്ടെന്ന് സ്കാൻ ചെയ്ത് ശ്രീഹരിനെ ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മിഴിയോരം പനിനീർമണിയോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ ഇളം പൂവേ. കുട്ടിക്കുറുമ്പുകളുടെ രാഗവസന്തത്തിൽ പാട്ടിന്റെ തേൻ മധുരവുമായി കോഴിക്കോട്ട് നിന്നും കൃഷ്ണശ്രീ എത്തുന്നു. വെൽക്കം കൃഷ്ണശ്രീ ഓൺ സ്റ്റേജ്. കൺചിമ്മിയോ നിൻജാലകം ഏതോ നിഴൽ. ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് നന്ദൻ എന്ന മൂവിയിലെ രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി സാർ ലിറിക്സ് എഴുതിയ മൗലിയിൽ മയിൽപീലി എന്ന് പറഞ്ഞ പാട്ടാണ്. തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി തേലിത്തുമ്പിൽ കൈമാറും മോഹങ്ങളെ. അപ്പൊ ഇത് പാടിയത് ചിത്രാമ്മയാണ്. ഞാൻ നന്നായിട്ട് പാടിയിട്ട് വരാം. നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ അറിയാതെ വന്നു നീ മിഴിയുന്ന കനവറിയാതെ. ഹലോ, മലയാളി മങ്കയാണോ? ചെറുതായി. ഓക്കെ, ചെറുതായിട്ടായിട്ടുള്ളൂ. ഇല്ല, നന്നായിട്ടായി. ഏത് പാട്ടാ മോളെ? മൗലിയിൽ മയിൽപീലി ചാർത്തി. കൃഷ്ണൻ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. All the best. താങ്ക് യു.
ക്രിസ്മസ് എന്തോ ആര് സെലക്ട് ചെയ്ത് മോളെ ഈ പാട്ട്? പാട്ട് എൻ്റെ ചേച്ചി സെലക്ട്. ആദ്യം ചേച്ചിക്ക് ഒരു വലിയ കൈ, നന്നായിട്ട് പാടുന്നു. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളുടെ ഈ ഹസ്കി വോയിസ് ആണ് മോളുടെ ഒരു സുഖം. അതായത് ഒരു ഫെദർ ടച്ച് എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് പാടി. കുറച്ച് സംഗതികളൊക്കെ ചില സ്ഥലത്ത് സ്ലിപ്പായിപ്പോയി. അതായത് ഈ തുണ്ട് പല്ലവിയിലെ മഞ്ഞ പട്ടാമ്പരം ചാർത്തിയില്ലേ, അതൊന്ന് പാടാമോ? മഞ്ഞ പട്ടാമ്പരം പട്ടാമ്പരം ചാർത്തി. അതുപോലെ തന്നെ നിന്റെ പൊന്നോടക്കുഴൽ കണി കാണണം, അത് ചേർത്ത് പാടണം മോളെ. പല സ്ഥലത്തും മോള് ഈ ശ്വാസം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യും? ബ്രീത്തിങ് എക്സസൈസ്. ബ്രീത്തിങ് എക്സസൈസ് അത് തന്നെ ചെയ്യണം. കാരണം യു ആർ എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സംഗതികളൊക്കെ ചുമ്മാ പുഷ്പം പോലെയാണ് പാടിയിരിക്കുന്നത്. എങ്കിൽ ചെറുതായിട്ട് വരുന്ന ചില സിമ്പിളായിട്ടുള്ള സംഗതികളൊക്കെ മോക്ക് സ്ലിപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു റേറ്റിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫുൾ റേറ്റിംഗ് മോക്ക് തരാൻ പറ്റത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, അത്രയ്ക്ക് മനോഹരമായിട്ട് പാടാൻ കപ്പാസിറ്റി ഉള്ള ഒരു കുട്ടിയാണ്. ഇത് രണ്ടും അങ്ങോട്ട് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ആരാ പിന്നെ ക്രിസ്മസ് ട്രീ? ഓ, രാജ്ഞിയല്ലേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. എന്തായാലും ഈ ഒരു അറ്റംപ്റ്റ് വളരെ വളരെ അധികം അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്തരം പാട്ടെടുത്ത് ഈ പറഞ്ഞ സംഭവം 100% സക്സസ്ഫുൾ അല്ലെങ്കിൽ കൂടെ അത് ഒരളവ് വരെ ഭംഗിയായിട്ട് പാടി കേൾപ്പിച്ചല്ലോ, അതിന് വലിയ ക്രെഡിറ്റ് മോൾക്ക്. താങ്ക് യു സർ. മോളുടെ കേസിൽ മോൾ ലോ പാടുന്ന പോർഷൻസ് ഒക്കെ വളരെ ലൗഡായിട്ട് കേൾക്കും. ഹൈ പാടുന്ന സമയത്ത് മോൾ മൈക്ക് ദൂരെയൊന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ മോളുടെ ശബ്ദം അങ്ങ് ചെറുതായി പോകും. തുറന്ന് പാടേണ്ട ആവശ്യമുണ്ട്. ഇനി ട്രൂ വോയിസിലാണ് പാടുന്നതെങ്കിൽ അത്ര തുറന്ന് പാടിയാൽ പോരാ. എന്നാൽ മാത്രമേ കൊഞ്ചൽ എന്നുള്ളൊരു സംഭവം മാറുള്ളൂ. അത് ആ ഒരു പോയിന്റ് എത്ര വാലിഡ് ആണെന്ന് മോൾക്കറിയോ? കൊഞ്ചൽ വന്ന് പോയി മോള് കൊഞ്ചി പാടുന്നതല്ല, പക്ഷെ മോളുടെ ശൈലി അങ്ങനെ വരുന്ന സമയത്ത്, ശീലം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൊഞ്ചുന്ന മാതിരി തോന്നുന്നു. കാരണം ഒതുക്കി പാടുമ്പോഴാണ് ഈ കൊഞ്ചുന്ന സംഭവങ്ങളൊക്കെ വരിക. ഒരിക്കലും ലൗഡായിട്ട് കൊഞ്ചി പാടില്ലല്ലോ. അതാണ്. അപ്പം നെക്സ്റ്റ് ടൈം ഒന്നും കൂടി ഇരുന്നിട്ട് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നല്ല സോങ് സെലക്ഷൻ, അതിനെന്നെ ആദ്യം അഭിനന്ദിക്കുന്നു. താങ്ക് യു. പിന്നെ പല ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈസി ആയിട്ടുള്ള സംഗതികളാണ് പ്രശ്നം ഉണ്ടായത്. നീലക്കടമ്പിലേ അതൊക്കെ വന്നു കറക്റ്റായിട്ട്. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ബ്രീതിങ് എക്സസൈസും ചെയ്യണം, ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യണം, ശബ്ദം തുറക്കാനുള്ള എക്സസൈസ് ചെയ്യണം. പാട്ടും മധു, ഇത് 2 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നില്ലേ? അന്നിങ്ങനെ അല്ലായിരുന്നല്ലോ ഓഡീഷൻ വന്നപ്പോഴേ. അല്ല അല്ല അല്ല, ഞങ്ങളുടെ റെക്കോർഡുണ്ട്. അന്ന് വന്ന് പറഞ്ഞപ്പോൾ നല്ല വോയിസ് ഒക്കെ തുറന്നിരുന്നു. നമുക്ക് മുകേഷിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിത്തരും. ഒരു മന്ത്രമുണ്ട്. എന്താണ് അതിന് പറയുന്നത്? റീക്രിയേഷൻ. 2 വർഷം പുറകോട്ട് പോകും. ഉണരൂ വേഗം നീ സുമരാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളി ഗായകൻ. ഓ ഉണരൂ വേഗം നീ സുമരാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളി ഗായകൻ. മലരേ ആഹാ, അതിൽ നല്ല തുറന്നു പാടുന്നുണ്ടല്ലോ. ആ ഫസ്റ്റ് ഹമ്മിങ് ഒന്ന് ഇപ്പൊ പാടി ഒന്ന് കേക്കട്ടെ. ആ എന്നാ ഒരു കാര്യം പറയട്ടെ, ഇത് അടി കിട്ടാത്തതിന്റെ അസുഖം. അതെ അതെ, അതിലിങ്ങനൊന്നും അല്ല. ശബ്ദം ഓഫ് കോഴ്സ് എല്ലാവരുടെയും മാറും. പക്ഷെ ഇപ്പൊ മോള് വല്ലാതെ ഒതുക്കിയാ പാടുന്നത്. അന്ന് തുറന്നാ പാടിയത്. അതെ അതെ. എന്തായാലും മോളിപ്പം മനസ്സിലാക്കിയല്ലോ, സ്വയം മനസ്സിലാക്കിയല്ലോ വ്യത്യാസം ഇല്ലേ? അന്ന് തുറന്നു പാടുന്നു, ഇന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും തുറക്കേണ്ടതിന് പകരം അടഞ്ഞു പാടുന്നു. ഇനി മോള് വെറുതെ സംസാരിക്കുമ്പോഴും കുറച്ച് തുറന്ന് സംസാരിക്കും കേട്ടോ. ഓക്കെ. ആ യെസ്. കൃഷ്ണശ്രീ, എന്തോ സാധാരണ പെൺകുട്ടികൾ ഒതുക്കിപ്പാടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതിപ്പം ജഡ്ജസ് പറയുന്നത് ഒരു അടക്കം ഒതുക്കവും വേണ്ട,
ഒതുക്കരുത്. മോളുടെ മരുന്ന് അതാണ്. ഒരു ഒതുക്കവും വേണ്ട, വെച്ച് തകർത്തകം. ഈ സിനിമ നന്ദനം സിനിമയിലെല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടാണ്. പടം ഹിറ്റാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള പടം. ഇതിനു മുമ്പ് തന്നെ ഈ നന്ദനത്തിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അതിനകത്ത് 3 അമ്മമാരുണ്ട്. പാറുട്ടി അമ്മ, കാർത്യായനി അമ്മ, വൈഷ്ണവി അമ്മ. 3 അമ്മൂമ്മമാരാണ്. ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടാക്ക്, പാറുട്ടിമേ വെള്ളം ചൂടാക്ക്, കാർത്യായനിയമ്മ വെള്ളം ചൂടാക്ക്, വൈഷ്ണവി അമ്മ വെള്ളം ചൂടാക്ക്, ഇങ്ങനെ ചക്ക 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 എന്ന് പറയുന്നത്. അവരുടെ സീൻസൊക്കെ ഭയങ്കര ലൈവ്ലി ആയിരുന്നു. അപ്പോൾ ഈ നന്ദനം എന്ന് പറഞ്ഞ സിനിമ ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഒന്ന് ഫസ്റ്റ് ഡേ. കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു ഫസ്റ്റ് ഡേ ആ സിനിമ കാണണം, രഞ്ജിത്തിൻ്റെ പടം ഫസ്റ്റ് ഡേ കാണണം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇറങ്ങാനായിട്ട് പോയപ്പം എൻ്റെ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയി കണ്ടിട്ടു. ഞാൻ പറഞ്ഞു, എന്താ അമ്മ ഫസ്റ്റ് ഡേ കാണണമെന്ന് പറഞ്ഞ് രഞ്ജിത്തിൻ്റെ പടം? ഇല്ല, നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അങ്ങനെ ഞങ്ങൾ പോയി, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തല്ലേ. തിരിച്ചു വന്നപ്പം എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഞാൻ പറഞ്ഞു ഗംഭീരമായി. ആളുകളെല്ലാം കൈയടിച്ച് മാർക്കുന്നു. എല്ലാവരും നന്നായിരുന്നു. എന്നാൽ എനിക്ക് ഒന്നുകൂടെ കാണണം. അങ്ങനെ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരുടെ വീണ്ടും 2 ദിവസം കഴിഞ്ഞ് സിനിമ കണ്ടു. അതെന്താണ് അമ്മ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം, ഒന്നാമത്തെ ഫസ്റ്റ് ഡേ തന്നെ കാണുകയും രണ്ടാമത് പോയതിൻ്റെയൊക്കെ കാരണമുണ്ട്. അതിനകത്ത് കാർത്യായനി അമ്മയായിട്ട് അഭിനയിക്കുന്ന മീന ഗണേശ് എന്ന് പറഞ്ഞൊരു അമ്മയാണ്. സുബ്ബലക്ഷ്മി അമ്മയാണ് വൈഷ്ണവി അമ്മയായിട്ട് അഭിനയിക്കുന്നത്. പാറൂട്ടി അമ്മയായിട്ട് അഭിനയിക്കുന്ന വിജയകുമാരി എൻ്റെ അമ്മയാണ്. ഓൾ ദി ബെസ്റ്റ്. ക്രിസ്മസ് ട്രീ, മോൾക്ക് ഇന്ന് മോളുടെ പാട്ടിന് ഉള്ള തെറ്റുകളൊക്കെ മനസ്സിലായില്ലേ? ശ്രദ്ധിക്കേണ്ട ഏറിയകളൊക്കെ. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ച് നല്ല പവർഫുൾ ആയിട്ട് തിരിച്ചു വരാനുള്ള എല്ലാ വിശ്വാസവും നമ്മൾ തരുന്നു. മോൾക്ക് തരുന്ന ഗ്രേഡ് A+. അപ്പൊ എന്താണ് ക്രിസ്മസ് പൂക്കുറ്റി തന്നെ ആവട്ടെ അല്ലേ? അടുത്ത് വരികയല്ലേ ക്രിസ്മസ്. ആടിയൊരു ക്രിസ്മസ് പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A+. അപ്പൊ കൃഷ്ണശ്രീ കുട്ടിയുടെ പാട്ട് എല്ലാവരും കേട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഇപ്പൊ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. വേഗം ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് കൃഷ്ണശ്രീ കുട്ടിയുടെ QR കോഡ് ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് കൃഷ്ണശ്രീ കുട്ടിയുടെ പാട്ട് ഇഷ്ടമായിട്ടുള്ള എല്ലാവരും തന്നെ വേഗം വോട്ട് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. ബൈ ബൈ. ബൈ ബൈ. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ. 2 ലക്ഷത്തിലധികം കുട്ടികളോളം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ആണ് ഇവർ ഓരോ സബ്ജക്ട്സും കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആനിമേറ്റഡ് വിഷ്വൽസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഫ്ലവേഴ്സിന് 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേൾഡ്സ് ഉണ്ട്. ഈ വേൾഡ്സ് എല്ലാം പെഡിസലിൻ്റെ സ്വളൻ എൻഡായ തലാമസ് ഓർ റിസപ്റ്റക്കിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ 4 വേൾഡ്സ്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. നമ്മളിപ്പോൾ കണ്ടത് +2 കുട്ടികളുടെ ബയോളജി ക്ലാസ് ആണ്. ഇതുപോലെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പഠിക്കാൻ പറ്റും. 2 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ വെറുതെ പഠിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹോം ടെസ്റ്റും പ്രാക്ടീസ് ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒട്ടും സമയങ്ങൾ തന്നെ വേഗം തന്നെ പ്ലേ സ്റ്റോറിൽ ചെല്ല ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി എല്ലാവരും നോക്കിയിരിക്കുന്നത് പോലെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. മധു അങ്കിളിനോട് ചോദിച്ചു നോക്കാം. മധു അങ്കിൾ, നെഞ്ചുടുക്കിന്റെ താളത്തോടിപ്പിൽ മാലിൽ മയിൽപ്പീലി ചാർത്തി ഭഗവാനിതെന്തേ കഴിക്കാത്തോ? ശ്രീഹരി. യെസ്. വെൽക്കം ശ്രീഹരി on stage. ഡിസംബർ 31 എത്താറായി. കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം വേഗം ഇട്ട് തീർത്തോളൂ. അപ്പൊ ഇനി പിടിച്ചു വെക്കണം എന്നാണ് പറയണേ. ഓക്കെ, എന്നാ ശരി, പിടിച്ചു വെച്ചേക്കാം. വെൽക്കം ശ്രീഹരി on stage. ശ്രീഹരിക്കുട്ടന് GRB നൽകുന്ന ഒരു സമ്മാനം.
അപ്പൊ ഇന്നത്തെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടു, നല്ലോണം എൻജോയ് ചെയ്തു. ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. ഇതുപോലെ തന്നെ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരും അടുത്ത ദിവസം. അതുവരേക്കും